അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിഷയം എന്താന്നുള്ളത് അതൊന്ന് ഷെയർ ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ വിഷയം എന്നുള്ളത് കഴിഞ്ഞ മാസം? വൈവാഹിക സ്നേഹം കേവലം ഒരു വികാരമോ അതോ അടിയുറച്ച ഒരു ജീവിത തീരുമാനമോ എന്നുള്ളതാണ് വിഷയം. ഓക്കെ ഓക്കെ, കേവലം ഒരു വികാരമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ഒരു തീരുമാനമായിട്ടാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? ഓക്കെ, ഹോപ്പ് ദാറ്റ് നിങ്ങൾ അത് മനസ്സിൽ സ്വാംശീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമാണുള്ളത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ? അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരാൻ സാധ്യത വളരെ വളരെ കുറവാണ് അല്ലേ? നിങ്ങളിങ്ങനെ ഒരുമിച്ച് വന്നത് തന്നെ സ്നേഹത്തിന്റെ വലിയൊരു പ്രകടനമായി തോന്നുന്നതാണ്. എന്നാൽ ഈ സ്നേഹം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു വിദ്യ ഉണ്ട്. ആ നല്ലൊരു വിദ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് കല്യാണം കഴിച്ചത്. പലതരം പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയെ നന്നായി നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നായി നടക്കണം, അല്ലെങ്കിൽ നല്ല സ്നേഹം ലഭിക്കണം, നല്ല ഒരു സുഹൃത്താവണം, അങ്ങനെ കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷകൾ എല്ലാം ഒരുപോലെ ഒന്നും പൂവണിയത്തില്ല. പക്ഷെ ഈ പ്രതീക്ഷകളിൽ തന്നെ ഒരു പ്രത്യേക വിധത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയും. ഇമോഷണൽ നീഡ്സ്, വൈകാരിക ആവശ്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹിക്കപ്പെടുന്നത് ഇഷ്ടല്ലേ? അത് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Yeah, എന്തു പറയണം? ഏ yeah. ഇപ്പൊ നമ്മളെ പ്രാർത്ഥന ചൊല്ലിയത് ആരാ? സിജിയാണോ? ആ, സിജി എന്തു പറയുന്നു? സ്നേഹിക്കപ്പെടുന്നത് ഇഷ്ടമാണ്, സ്നേഹിക്കപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്ന ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ് അല്ലെ? ഭർത്താവ് തന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. എല്ലാ ദമ്പതികൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദമ്പതികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കപ്പെടുന്നത് ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും സ്നേഹിക്കപ്പെടുന്നത് ഫീൽ ചെയ്യുന്നില്ലേ? അത് ഒരുപോലെ അല്ല. അതായത് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത് നമ്മുടെ വൈകാരിക ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരിക്കും നമുക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത് നമ്മുടെ വൈകാരികമായ തലങ്ങളിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. അതെല്ലാവർക്കും ഒരുപോലെ അല്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോ ഞാൻ അത് ഉദാഹരണ സഹിതം ഇപ്പോ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം. ലിജോ Yes. ലിജോ അതെ. ലിജോയെ ഭാര്യ സ്നേഹിക്കുന്നു എന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഭാര്യ എന്ത് ചെയ്യുമ്പോഴാണ്? നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോഴാണോ ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നത്? അത് തന്നെയാണോ? അല്ലെങ്കിൽ നമ്മളെ കറക്റ്റാ? പരിഗണിക്കുന്ന ഏതാ? ഇപ്പൊ ഉണ്ടാക്കി നമ്മളെ തരുന്നുണ്ടോ ഇല്ലെന്നുള്ള നമ്മുടെ ചോദ്യമല്ല കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യാനുള്ള സാധ്യത ഇപ്പൊ നമുക്കത് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം. പക്ഷെ ലിജോയെ സംബന്ധിച്ച് ലിജോയ്ക്ക് സ്വന്തം ഭാര്യ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നത് ആ ഭാര്യ എന്ത് ചെയ്യുമ്പോഴാണ്? നമ്മളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സാമീപ്യമായിട്ട് ഒരാശ്വാസമായിട്ട് കൂടെ നിൽക്കും. ഓക്കെ, അതായത് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു ശക്തിയായിട്ട്, ഒരു ബലമായിട്ട്, ഒരു ആശ്വാസമായിട്ട് നിലകൊള്ളുമ്പോഴാണ് അച്ഛാ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യയിൽ നിന്ന് സ്നേഹം തോന്നുന്നത്. ഓക്കെ, പിന്നെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ തോന്നുന്നുണ്ടാവും കേട്ടോ, അത് ഓക്കെ. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടും തോന്നുന്നത് സിജിക്ക് എങ്ങനെയാണ്? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പിന്നെ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യം മതി, ഞാനത് ഭയങ്കര സംഭവമായിട്ടായിരിക്കും എടുക്കുന്നത്. ചേട്ടനെ ഏ സംബന്ധിച്ച് അത് നേരെ ചെറിയ കാര്യം വലിയതായിട്ട് എനിക്ക് തോന്നും. ആ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതേസമയം ചേട്ടൻ അതെല്ലാം കൂളായിട്ട് എടുക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു ആശ്വാസം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴത്തേക്ക് ശരിക്കും ആ സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ശരിക്കും ഈ ലിജോ സിജിയെ സ്നേഹിക്കുന്നുണ്ട്. ഉണ്ട്. ഉണ്ട്. ആ സ്നേഹം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നതാണ്. സിജിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ വരും. പക്ഷെ ആ ടെൻഷൻ വരുമ്പോ ലിജോ കൂടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലേ? ആ വൈകാര്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ആ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇനി അതെങ്ങാനും കിട്ടാതെ വന്നാലോ? അസ്വസ്ഥ വരുമോ?
അത് വരും അല്ലേ? ഏ കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥത ഇതുവരെ വരും. കിട്ടിയിട്ടുണ്ട്. കിട്ടിയാൽ വളരെ സ്നേഹം തോന്നും അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ഇമോഷണൽ നീഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിപ്പോ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ നിങ്ങളെ പിന്തുണയ്ക്കുക, സപ്പോർട്ട്. അത് നിങ്ങളുടെ ഒരു വൈകാരിക ആവശ്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇവരിലേക്കൊന്ന് വരട്ടെ. നമ്മുടെ വിൽസൺ ചേട്ടൻ. വിൽസൺ ചേട്ടന് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നത് എപ്പോഴാ ഭാര്യയിൽ നിന്ന്? എനിക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മള് ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോ നമ്മൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരും. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മള് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ നമ്മളെ അതേമാതിരി സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ റെഡിയാക്കി തരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് വിചാരിക്കുന്ന ഭാര്യ എന്നെ കെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നത്. കറക്റ്റ്? അതെ അതെ ഓക്കെ. എൻ്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ഭാര്യ ശ്രദ്ധയോടുകൂടെ എന്നെ കെയർ ചെയ്യുമ്പോൾ ഐ ഫീൽ ലവ്ഡ്. ഓക്കെ, അപ്പൊ അതായിരിക്കും വിൽസൺ ചേട്ടന്റെ ഇമോഷണൽ നീഡ്, വൈകാരിക ആവശ്യം. ഇനി ജെയ്സിഡിയോ? എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്തിനും എന്റെ കൂടെ ഒരാള് സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പൊ എന്റെ സന്തോഷാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളാണെങ്കിലും അവിടെ എനിക്കൊരാള് എനിക്ക് വേണ്ടി എന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറപ്പാണ് എനിക്ക് എപ്പോഴും സന്തോഷമായിട്ട്. അപ്പൊ അതായത് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്നേഹം തോന്നുന്നത് അല്ലേ? സുരക്ഷിതത്വം, അതായത് ഒരു സ്ട്രോങ് ആയ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, അപ്പൊ ഐ ആം സെക്യൂർ അല്ലെ? അത് പല വിധത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൈകാരിക സുരക്ഷിതത്വം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെ, ഫിസിക്കൽ സെക്യൂരിറ്റി, അങ്ങനെ പലതുണ്ടല്ലോ അല്ലെ? ഒരു ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്നെ ഇയാൾ കൈ ഒഴിയൂല, എന്നെ ഇയാൾ ചേർത്ത് പിടിക്കും. അതൊരു സെക്യൂർ ഫീലിംഗ് ആണ് അല്ലെ? അങ്ങനെ തോന്നുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്നേഹം തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് സെക്യൂരിറ്റി ഫീലിംഗ്. ഓക്കെ, അതൊരു വൈകാരിക ആവശ്യമാണ്. ഓക്കെ, ഗുഡ്. ഇനി നമ്മുടെ കൂടെ ഉള്ളതാണ് വിനുവിന്റെ എന്തായിരിക്കും? വിനു, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാവോ? സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധം തന്നെയാണ്. കാര്യം കരയും കടലും പോലെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും എന്റെ പങ്കാളി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, സമീപനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കെയർ കൊടുക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു കുടുംബം പോലെ തന്നെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, കുറച്ചുകൂടി കൂടുതലായിട്ട്. പ്രത്യേകിച്ച് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ വേണ്ടി വരുമെന്നുള്ളതാണ് എനിക്കൊരു തോന്നലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സമയത്ത് എനിക്ക് കിട്ടാതെ വരുമ്പോൾ, അത് ചില സമയത്ത് അവക്ക് കിട്ടാതെ വരുമ്പോഴും ഞങ്ങൾ തമ്മിൽ ചിലപ്പോ ഒരു വഴക്കിലേക്കോ ചിലപ്പോ അതിനുശേഷം ഒരു കൂടിച്ചേരലിലേക്കോ ചിലപ്പോ ഒരു കൂടിയാലോചനയിലേക്കൊക്കെ വരാറുണ്ട്. അത് പല സമയത്തും പല രീതിയിലാണ് വരുന്നത്. അല്ല, വിനുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം ഭാര്യയിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് ഭാര്യ എന്ത് ചെയ്യുമ്പോഴായിരിക്കാം? അത് എന്നെ ചില കാര്യങ്ങളില് ചിലപ്പോ ഒരുപക്ഷെ എന്റെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോഴാണ്, അതായത് എന്റെ ഒരു പങ്കാളി എന്ന നിലയ്ക്ക് കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ അത് പിന്നീട് തിരുത്തുമായിരിക്കും. പക്ഷെ എന്നാലും എന്റെ കുറവുകളിലും എന്നെ കൂടെ നിന്നിട്ട് പിന്തുണയ്ക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ ഭാര്യയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം ഫീൽ ചെയ്യും അല്ലേ? കാരണം ഞാൻ അത്രമാത്രം ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. അതാണ് വിനുവിന് തോന്നുന്നത്. ഓക്കെ, ദിൽനയ്ക്ക് എങ്ങനെയാ ഏറ്റവും കൂടുതൽ വിനുവിൽ നിന്ന് സ്നേഹം ഫീൽ ചെയ്യുന്നത് എപ്പോഴാ സാധ്യത? ചില കാര്യങ്ങള് നമ്മൾ പറയുമ്പോഴേക്കും നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോ അതില് പറയുന്നതിൽ ചിലപ്പോ ചില തെറ്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് പിന്നീട് തിരുത്തി തരിക, ആ സമയത്ത് നമ്മൾ പറയുന്നതിന് നമ്മളോടൊപ്പം നിൽക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ ആ സമയത്ത് അതായത് ബേസിക് ആയിട്ട് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, നമ്മളൊന്ന് അംഗീകരിക്കുക അല്ലെ? നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം ഇനിയിപ്പോ ഈവൻ പൊട്ട തെറ്റാണെങ്കിലും ശരി, അതൊന്ന് കേൾക്കുക
അതെ അങ്ങനെ നമ്മളൊന്ന് വിലമതിക്കുക. ശരിയല്ലേ? അതെ അതൊരു തീർച്ചയായിട്ടും വൈകാരിക ആവശ്യമാണ്. അതായത് ഒരാൾ എന്നെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതും അംഗീകരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു വലിയൊരു സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതാണ് ദിലിനേക്ക് കൂടുതലായിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി ഇവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു വർഗീസ് എന്ന് പറഞ്ഞ ആള്. എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് കേൾവിക്കാർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. അതായത് സ്നേഹം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? വർഗീസേട്ട അറിയാതെ കൈ പൊക്കിയതാന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. സി, ഒരു ബന്ധം നല്ല ഊഷ്മളമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിലുള്ള വ്യക്തികളുടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അതാണ് തിയറി പറയുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ എന്നും ഒരു അസ്വസ്ഥതയായിരിക്കും. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരേ വൈകാരിക ആവശ്യമല്ല ഉള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ചും നമ്മുടെ ജനറ്റിക്സ് അനുസരിച്ചും നമ്മുടെ വൈകാരിക ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, വൈകാരിക ആവശ്യത്തിന് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ചിലർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകാരിക ആവശ്യമായിട്ട് അവർ പറയാറുള്ളത് വാത്സല്യമാണ്. എൻ്റെ ഭർത്താവ് എന്നോടൊന്ന് വാത്സല്യത്തോടെ പെരുമാറുക. ഓക്കെ, വാത്സല്യത്തോടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓമനപ്പേര് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് തൊടുക, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. വാത്സല്യം പ്രകടിപ്പിക്കുക. ചിലരെ സംബന്ധിച്ച് അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇമോഷണൽ നീഡാണ്. ഓക്കെ, മറ്റു ചിലരെ സംബന്ധിച്ച് പ്രശംസിക്കുക. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, ചില ഭാര്യമാരുണ്ടല്ലോ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഇയാൾ എന്നെ പ്രശംസിക്കുമെന്ന് അറിയാൻ വേണ്ടി. ആ പ്രശംസ അവർക്ക് കിട്ടുന്നത് വലിയ സ്നേഹമാണ്. അവർക്ക് സ്നേഹം ഫീൽ ചെയ്യും. പിടികിടുന്നുണ്ടാ? അങ്ങനെയുണ്ട് ചിലർക്ക്. അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭാര്യ പ്രശംസിക്കുന്നത് അയാളെ സംബന്ധിച്ച് വലിയൊരു ബലമാണ്. അത് അയാളുടെ ഒരു നീഡാണ്. ഓക്കെ, പ്രശംസ. പിന്നെ മറ്റൊരു കാര്യമാണ് ബഹുമാനം. ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് എടുക്കാതെ നമ്മുടെ കൂടെയുള്ള പങ്കാളിയുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അവരുടെയും കൂടി അഭിപ്രായമൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് അവരെയും അംഗീകരിച്ചുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് നല്ല സ്നേഹം ഫീൽ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ബഹുമാനം. പിന്നെ മറ്റൊന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സുരക്ഷിതത്വം. നമുക്കൊരു സുരക്ഷിതത്വ ഫീലിംഗ് വേണ്ടേ? വൈകാരിക സുരക്ഷിതത്വം. അതെന്താണത്? എനിക്കൊരു വൈകാരിക ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് പ്രകടിപ്പിക്കാൻ കഴിയുക, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാവുക. അതൊരു ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ സെക്യൂരിറ്റി. നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള് നമ്മൾ എന്താ പറയുക സുരക്ഷിതമായി സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ്. ഇതൊരു വൈകാരിക ആവശ്യമാണ് ചിലർക്ക്. പിന്നെ വേറെ ചിലർക്ക് അവരുടെ തീരുമാനങ്ങളെ ആദരിക്കുക, സ്വാതന്ത്ര്യം, അവരുടെ സ്പേസ് റെസ്പെക്ട് ചെയ്യുക. ഒരു ഭാര്യ, അവരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല ജോലി വേണം. അപ്പൊ ആ ജോലി കണ്ടെത്താനായിട്ട് ഭർത്താവ് സഹായിച്ചു കഴിഞ്ഞാലോ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനോട് നല്ല സ്നേഹം തോന്നും. അത് അവരുടെ ഒരു വൈകാരിക ആവശ്യമാണെങ്കിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് നിങ്ങളിൽ പലരും പറഞ്ഞൊരു കാര്യം, സപ്പോർട്ട്. നമ്മുടെ അനുദിന കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമ്മളെ പിന്തുണയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കെയർ. ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാൾ. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊന്നാണ്, നിങ്ങൾ ചിലർക്കെങ്കിലും നിങ്ങൾ സ്നേഹം ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളൊന്നൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ, ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, ഒരുമിച്ച് ഒരു ഫിലിമിന് പോകുമ്പോൾ, അല്ലെ? പിന്നെ വേറെ ചിലർക്ക് നല്ല സ്നേഹം തോന്നുന്നതാണ് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ, അല്ലെ? ഇങ്ങനെ പല പ്രവർത്തികളുണ്ട് ഈ സ്നേഹം ഫീൽ ചെയ്യാനായിട്ട്. അതായത് വൈകാരിക ആവശ്യങ്ങൾ വ്യക്തികൾക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മളുടെ വൈകാരിക ആവശ്യം എന്താന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ ഭർത്താവിൽ നിന്ന്
അല്ലെ എൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ നമ്മൾ പരിശോധിക്കണം. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത 5-8 കാര്യങ്ങളുണ്ട്. 8 കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല ഒരു വ്യക്തിക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത്. വ്യത്യസ്തത ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞതിൽ നിങ്ങൾ കണ്ടില്ലേ, ചിലർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കെയർ ചെയ്യുന്നത് കാണുമ്പോഴാണ് സന്തോഷം തോന്നുന്നത്. മറ്റു ചിലർക്ക് അങ്ങനെയല്ല, അവർക്ക് ഒരു സെക്യൂർ ഫീലിംഗ് കിട്ടുമ്പോഴാണ് സന്തോഷം തോന്നുന്നു, സ്നേഹം തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വൈകാരിക ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ വൈകാരിക ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് അത് പ്രോപ്പറായ രീതിയിൽ സ്വന്തം ജീവിത പങ്കാളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പൊ നേരത്തെ നമ്മുടെ വിൽസൺ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നീ ശരിക്കും ഞാൻ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോ എൻ്റെ ഡ്രസ്സൊക്കെ നീ എടുത്തു തരുമ്പോ എനിക്ക് ശരിക്കും നല്ല സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നീ എന്നെ അത്രമാത്രം വിലമതിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയണ്ടേ? വിൽസേട്ടൻ അങ്ങനെ പറയാറുണ്ടോ? പറയാ ഏ, പറയാറൊന്നും ഏ? പറയാറൊന്നുമില്ല. പറയാറുണ്ട്. ആ, ചോദിക്കും. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ സ്നേഹം കൂടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. മനസ്സിലായ? അതായത് എന്റെ വൈകാരിക ആവശ്യം എന്താന്ന് എന്റെ ഭാര്യ അറിയണ എങ്ങനെയാ? ഞാൻ പറയണ്ടേ? അല്ലേ? അല്ലാതെ നമുക്ക് മനക്കണക്ക് കൂട്ടാൻ പറ്റുമോ? ഈ ചിലർക്ക് ഒരു ധാരണയുണ്ട്, എന്റെ ആവശ്യം എന്താന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് സ്നേഹം, ഞാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അത് തെറ്റിദ്ധാരണയാണത്. അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും ആരോഗ്യമുള്ള മനുഷ്യർ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അവരവരുടെ ആവശ്യങ്ങള് തുറന്നു പറയും. ദേ, ചേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ, ഞാനൊന്ന് വന്ന് സംസാരിക്കാനിരിക്കുമ്പോ ചേട്ടന്റെ അരികത്തിരുന്ന് ഒരു 15 മിനിറ്റ് എന്നെ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സ്നേഹം ഫീൽ ചെയ്യും എന്ന് പറയണ്ടേ? പക്ഷെ ചിലരിത് പറയൂല. അപ്പൊ ഓരോ പ്രാവശ്യവും ഈ വൈകാരിക ആവശ്യം പൂർത്തീകരിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുവേ. എന്നിട്ട് ഈ ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കാതെ വെക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തില് പെട്ടെന്ന് നമുക്ക് ട്രിഗറിങ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കും. അത് നമ്മുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയും. അതിന് പകരം നമ്മൾ വളരെ ജെന്റിലായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ വൈകാരിക ആവശ്യം എന്താന്ന് പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭർത്താവ് വീട്ടു ജോലികളിൽ സഹായിക്കുന്നത് ഒരു ഭാര്യയുടെ വലിയൊരു വൈകാരിക ആവശ്യമാണെന്ന് കരുതുക. അയാൾക്ക് നല്ല സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയും. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയണം, ചേട്ടാ, ചേട്ടൻ അല്പം നേരത്തെ കൂട്ടുകാരുടെ അടുത്തുനിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കാണുമ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നും. ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പറയണം. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇനി ചേട്ടൻ അത് ചെയ്യാതെ വരുമ്പോ, ചേട്ടൻ അത് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും പറയണം. ഓക്കെ. ചേട്ടൻ വീട്ടിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്നോട് ആലോചിക്കാത്തത് കൊണ്ട് എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അല്ലാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്, തുറന്ന് പറയണം. ഇതാണ് ഈ വൈകാരിക ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ ഗുണകരമായി മാറാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. തുറന്ന് സംസാരിക്കുക, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് നല്ല ക്ലാരിറ്റി വേണം. എന്താണ് എനിക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ട്ണറോട് ഭംഗിയായിട്ട് പറയണം. ഇനി അങ്ങനെ പറയുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യണം? കേൾക്കണം കേട്ടോ. കേട്ടില്ലെങ്കിൽ അതിന്റെ തിക്തഫലം പിന്നീട് അനുഭവിക്കും. പല കാര്യങ്ങളും കേൾക്കാൻ പറ്റില്ല. അതാണ് കേൾവിക്കുള്ള ശാന്തത, ക്ഷമ ഇല്ല. അപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മുടെ കുടുംബങ്ങള് നശിക്കണ എങ്ങനെയാണെന്നറിയാമോ? ഈ ഇമോഷണൽ നീഡ് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വൈകാരിക ആവശ്യം. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ഒരാള്, അയാളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ സ്നേഹം ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരാള് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അയാളോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ ഈ വൈകാരിക ആവശ്യം പൂർത്തീകരിക്കാൻ അയാള് സഹകരിക്കുന്നില്ല എന്ന് വന്നാൽ ഈ ഭാര്യ എന്ത് ചെയ്യും? ഈ ഭാര്യ വീണ്ടും വീണ്ടും അതിന് ട്രൈ ചെയ്യും. കിട്ടാതെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഭാര്യയുടെ മനസ്സ് ഭാര്യയോട് തന്നെ പറയും, ഇത് കിട്ടൂല, നീ ഇനി ഇത് പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്ത് പറ്റുന്നറിയാമോ? ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കണക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യത അവിടെ പോയി. ഈ ഭാര്യ ഒരു നിസ്സംഗ അവസ്ഥയിലേക്ക് വരും. എന്താ നിസ്സംഗത എന്ന് പറയുന്നത്? ഈ ഭാര്യ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുന്നുണ്ടാവും, പക്ഷെ ഭർത്താവുമായുള്ള ഇമോഷണൽ കണക്ഷൻ കട്ടായി പോവും. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഭാര്യയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ വികാരമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭാര്യ മൈൻഡ് ചെയ്യില്ല. ഇതാർക്ക് വേണം ഇനി? അപ്പോഴേക്കും അവരുടെ മനസ്സ് വൈകാരികമായിട്ട് അകലും. ഇത് കുടുംബത്തിന് ദോഷ. ഇനി ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ വൈകാരിക ആവശ്യം പൂർത്തീകരിക്കാതെ വന്നാൽ, വേറെ ആരെങ്കിലും അത് പൂർത്തീകരിക്കുന്നത് അവർക്ക് അനുഭവപ്പെട്ടാൽ, അവിടേക്ക് ചെറിയൊരു ചായ്വ്, ചെറിയൊരു ചായ്വ്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചായ്വ് പലരോടും ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില കുടുംബങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൊണ്ട് തളർന്നു പോകുന്നത് അച്ഛനറിയാം. എന്താ കാരണം? വൈകാരിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിന് സംഭവിക്കാവുന്ന കാര്യമാണ്. ഭർത്താവിന്റെ വൈകാരിക ഒരു ആവശ്യമാണ് എന്നെ കെയർ ചെയ്യുന്ന ഒരാള്. പക്ഷെ ഈ ഭാര്യ ഡോൺ കെയർ. അയാൾക്ക് ഈ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾ മാത്രം മതി. എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ, കുഞ്ഞുങ്ങൾ. ഈ ഭർത്താവിന്റെ കാര്യം പിന്നെ ആരും നോക്കും? സോ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ദൈവം യോജിപ്പിച്ച ബന്ധം തളർന്നു പോകും. അതുകൊണ്ട് ഈ വൈകാരിക ആവശ്യങ്ങൾ തുറന്ന് പറയുക, പറഞ്ഞിട്ടത് കേൾക്കുക, ഇത് രണ്ടും വേണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ വൈകാരിക ആവശ്യങ്ങൾ അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാണ്. എന്നിട്ട് ഈ വൈകാരിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള ചില ഹാബിറ്റ്, ശീലങ്ങൾ വളർത്തിയെടുക്കണം. ശീലങ്ങൾ. ഇപ്പോ ലിജോ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? നിങ്ങളുടെ വീട്ടില് ലിജോയുടെ വൈഫിന്റെ പേര് സിജി, നിങ്ങൾ തമ്മിൽ ഈ വൈകാരിക അടുപ്പം നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ശീലം ഉണ്ടോ? ഒരു ശീലം എന്ന് പറഞ്ഞാൽ എന്താ? റുട്ടീനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരെണ്ണം പറയാവോ? നേരത്തെ നിങ്ങൾ ചില വൈകാരിക ആവശ്യങ്ങൾ പറഞ്ഞല്ലോ, അതിനെ പൂർത്തീകരിക്കാനുള്ള എന്തെങ്കിലും ശീലങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തുണ്ടോ? നമ്മള് ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ അങ്ങനെ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ച് നേരം നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കും, അല്ലേ? കറക്റ്റ്. അതൊരു ശീലമാണോ? ശീലമാണ്. അങ്ങനെ ആ സംസാരത്തിലൂടെ നിങ്ങൾ തമ്മിലുള്ള ആ വൈകാരിക അടുപ്പം കൂടുന്നുണ്ട്. സിജി, ശരിയാണോ? അതെ. ആഹാ. അതായത് ഇപ്പൊ നിങ്ങളുടെ മ്യൂച്വൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം, ഇതൊക്കെ നിങ്ങളുടെ ഇടയിൽ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ഒരു സംസാരം നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ആ സമയത്ത് ഭർത്താവ് ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാലോ? നല്ല ശീലാണോ? അല്ല. അപ്പൊ നമ്മൾ രണ്ടുപേരോട് തീരുമാനിക്കാണ്, ഓക്കെ, അരമണിക്കൂർ സമയം നമ്മൾ ഇരുന്ന് എല്ലാ ദിവസവും ഒരുമിച്ച് ഇരുന്ന് നമ്മളെ പരസ്പരം ഒന്ന് സംസാരിക്കുക. അങ്ങനത്തെ ഒരു ശീലം വളർത്തിയെടുക്കുക.
ആ സമയത്ത് ഈ മൊബൈൽ ഇതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഓരോ കുടുംബത്തിലും അങ്ങനെ ആരോഗ്യകരമായ ശീലങ്ങൾ വേണം. എന്തിൻ്റെ? വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ശീലങ്ങൾ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഒരുമിച്ച് ഒന്ന് പുറത്തു പോകുന്നത് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാന്ന് കരുതുക. അപ്പോഴാണ് അവൾക്ക് നല്ല സ്നേഹം ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രമായിട്ടുള്ള ഒരു സമയം പിടികിടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ നിങ്ങൾ രണ്ടുപേരും കൂടിയും നല്ലൊരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫി കഴിച്ച് കുറച്ചു നേരം വർത്താനം പറയുന്ന ഒരു ശീലം രൂപപ്പെടുത്തിയെടുക്കണം. എനിക്കറിയാം, നമ്മുടെ എടപ്പള്ളിയിലുള്ള ഒരു ദമ്പതി, അവർ രണ്ടുപേരും നല്ല തിരക്കുള്ള ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഈ തിരക്കുള്ള ജോലിയിലും അവർ തമ്മിലുള്ള വൈകാരിക കണക്ഷൻ രൂപീകരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു രാത്രി അവർ ബൈക്കിൽ ഈ നമ്മുടെ കൊച്ചിയിലൂടെ ആ ടൗണിലൂടെ നൈറ്റ് റൈഡ് നടത്തും. നൈറ്റ് റൈഡ് ബൈക്കിൽ രണ്ടുപേരും കൂടി മക്കളെ ഉറക്കി കിടത്തിയിട്ട്. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ കയറി രാത്രി ഒരു ചായ കുടിച്ച് വീട്ടിലേക്ക് വരും. അത് അവർക്ക് നല്ല എനർജി ബൂസ്റ്ററാണ്. അവരുടെ വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാണ്. തിരക്കുള്ള ജോലിക്കാരാ. അപ്പൊ നല്ല കുടുംബം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇപ്പൊ വീട്ടു ജോലികളിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ എന്ന് കരുതുക, ഭർത്താവ് വീടുകൾ ജോലികളിൽ ഒന്ന് സഹായിച്ചത് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി വാത്സല്യം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ എന്ന് കരുതുക, അപ്പൊ ഭർത്താവ് കുറച്ചും കൂടി വാത്സല്യം പ്രകടിപ്പിക്കുന്ന ശീലം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ. സോ ഇറ്റ്സ് ഹാബിറ്റ് ഫോർമേഷൻ. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കണക്ട് ചെയ്യുന്ന, ഇമോഷണലി കണക്ട് ചെയ്യുന്ന ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും ഇത് ഒരുപോലെ പറ്റൂല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും. ഒരു ഭർത്താവ്, അയാളുടെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അമ്മ തനിയെ വളർത്തിയതാണ് ഈ മകനെയും അതോടെ 3 പെങ്ങന്മാരെയും. ഇയാൾ ഏറ്റയാളെ ആളാണ്. അമ്മ അങ്ങനെ ഇവരെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴേക്കും അമ്മ രോഗിയായി. അവസാനം വീട്ടിലെ പ്രാരാബ്ദങ്ങളെല്ലാം ഈ പയ്യന്റെ തലയിൽ വന്നു. ഇവൻ കല്യാണം കഴിച്ചു. ഇവൻ കല്യാണം കഴിച്ച ഭാര്യ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ്. ആങ്ങളമാരുടെ ഈ ലാളന കിട്ടി, വാത്സല്യം കിട്ടി വളർന്ന ഒരു കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് അവൾക്ക് ഇത്തിരി ഗൗരവം കുറവാണ്. എല്ലാത്തിലും ഒരു പിള്ളേര് കളിയാണ്, കുട്ടിക്കളി. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ എല്ലാത്തിലും ഗൗരവമാണ്. ഇവര് തമ്മിൽ ഒത്തുപോവോ? ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആങ്ങളമാരെ പോലെ ലാളിക്കണമെന്നുള്ളതാണ്. പക്ഷെ ഭർത്താവിന് അതിന് പറ്റുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. പറ്റുമോ? പറ്റില്ല. അതിന് പകരം ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോരുത്തർക്കും ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ പരസ്പരം പിന്തുണയ്ക്കണം. ഇപ്പൊ എൻ്റെ ഭർത്താവിന് വാത്സല്യം പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? അയാളുടെ വീട്ടിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല. അയാളുടെ ചെറുപ്പകാലം വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് വാത്സല്യം അയാൾ അനുഭവിച്ചിട്ടില്ല, അയാൾക്ക് അത് കൊടുക്കുവാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് വാത്സല്യം അനുഭവിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിനെ പിന്തുണയ്ക്കണം. എങ്ങനെ അയാളിൽ ഒരു വാത്സല്യം രൂപപ്പെടുത്തി എടുക്കാം? അപ്പൊ നമ്മൾ തന്നെ അയാളോട് തുറന്ന് പറഞ്ഞിട്ട്, ചേട്ടൻ എന്നെ ഒരു ഓമന പേരിട്ട് വിളിച്ചു നോക്കിയേ. അങ്ങനെ ഒരു പ്രാവശ്യം അയാൾ കഷ്ടപ്പെട്ട് വിളിച്ചു. അപ്പൊ നമ്മൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്യണം. അതാണ് ആരോഗ്യമുള്ള കുടുംബം ചെയ്യണത്. മ്യൂച്വൽ സപ്പോർട്ട് ഇൻ ഫുൾഫില്ലിംഗ് ഇമോഷണൽ നീഡ്സ്. രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് അമിത പ്രതീക്ഷ വേണ്ട, ഓവർ എക്സ്പെക്ടേഷൻസ്. ഇപ്പൊ ഞാൻ വാത്സല്യം ആഗ്രഹിക്കുന്ന ഒരാളാന്ന് കരുതുക, ഭാര്യ എന്ന നിലയിൽ ഞാൻ വാത്സല്യം ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഭർത്താവ് രോഗിയാണ്.
അയാൾക്ക് വാത്സല്യം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ വാത്സല്യം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്നേഹം നമ്മളെ ആ സാഹചര്യം മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻസ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് നല്ലതല്ല. അതിന് പകരം നമ്മൾ പരസ്പരം പിന്തുണച്ച് നമ്മുടെ ആ റിയാലിറ്റിയിൽ എങ്ങനെ ഏറ്റവും നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കും. എന്നിട്ട് പരസ്പരം പിന്തുണയ്ക്കും. നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വൈകാരിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ വൈകാരിക ആവശ്യം നിങ്ങളുടെ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 2, അത് തുറന്നു പറയുക. അപ്പൊ നമുക്ക് പങ്കാളിയുടെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 3, അത് പൂർത്തീകരിക്കാനുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഇനി ആ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ പരസ്പരം പിന്തുണയ്ക്കുക. ഈ 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പുരുഷന്റെയും സ്ത്രീയുടെയും വൈകാരിക ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമോ? നമുക്ക് തന്നിരിക്കുന്ന പുസ്തകത്തിനകത്ത് പുരുഷൻ സ്ത്രീയിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് ബഹുമാനം, സ്ത്രീ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞാൽ വാത്സല്യം. അങ്ങനെ പറയുന്നത് ശരിയാണോ? നിങ്ങൾ എന്നെ മുമ്പിലിരിക്കുന്ന ദമ്പതികൾ എന്ത് പറയണോ? അങ്ങനെ ഈ ലിംഗാടിസ്ഥാനത്തിൽ ഈ വൈകാരിക ആവശ്യങ്ങൾ വ്യത്യാസമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വ്യത്യാസമുണ്ട്. ഒന്ന് പറയാവോ? എന്താണ് വ്യത്യാസം ഉണ്ടെന്ന്? നമ്മുടെ ആരാ പറഞ്ഞത്? ജെയ്സിയാണോ? എന്താണ് കാരണം? അത് ഇതിൽ പറഞ്ഞേക്കണ പോലെ തന്നെ പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു വൈകാരിക ആവശ്യം എന്ന് പറയുന്നത് അവരീ പറഞ്ഞ മട്ട് അവർക്ക് സ്നേഹം കിട്ടണം, അവരൊന്ന് കുറച്ചു നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, അവരെ കേൾക്കണം, അവർക്ക് കുറച്ച് പരിഗണന കൊടുക്കണം. അതൊക്കെയാണ് നമ്മള് സ്ത്രീകൾക്ക് പൊതുവെ അതാണ് ആഗ്രഹിക്കണേ. പക്ഷെ ഭൂരിഭാഗം പുരുഷന്മാരും അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ അവർക്ക് ഇല്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സമ്പാദിക്കണം, കുടുംബത്തിലെ മറ്റുള്ള ഭൗതിക ആവശ്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തത്രപ്പാട് തിരക്കുകളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു അഭിപ്രായത്തില് കുറെ സമയം നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മളെ കേൾക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അവര് കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അതൊക്കെയാണ് കൂടുതൽ സ്നേഹം, വാത്സല്യം. അത് പ്രകടിപ്പിക്കണം. ചിലപ്പോ മിക്കവാറും അത് പ്രകടിപ്പിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കാറില്ല. ഓക്കെ. അത് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന, പൊതുവെ നമ്മുടെ സംസ്കാരത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? എന്ത് പറയുന്നു ദിൽന? ഇത് യോജിക്കുന്നതിനോട് അങ്ങനെ ഒരു കാര്യമുണ്ടോ ദിൽന? അതെ, പൊതുവെ സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുക പറഞ്ഞത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, സാമീപ്യവും സ്നേഹവും കരുതല് വാത്സല്യം അതൊക്കെയാണ് അവരുടെ ആഗ്രഹത്തിൽ അവരെ വരുന്നത്. പ്രതീക്ഷിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഈ പുരുഷന്മാര് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്ത്രീ പുരുഷന്മാരെ ബഹുമാനിക്കണം, അല്ലേ? പുരുഷനെ പരസ്യമായിട്ടൊക്കെ ഒരിക്കലും പുരുഷനെ തിരുത്തരുത്. ഓക്കെ, പുരുഷൻ പറയുന്ന കാര്യം പരസ്യമായിട്ടൊക്കെ യെസ് യെസ് പറയണം. പിന്നെ രഹസ്യമായിട്ട് വേണമെങ്കിൽ പോയി നോ പറയാം, എന്നാലും പരസ്യമായിട്ട്, അല്ലേ? ഈഗോ ഹർട്ട് നിങ്ങളുടെ ചെയ്യരുത്. ഭർത്താവ് ഒരു കാര്യം പറയുകയും അയാളുടെ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അതിനോട് നോ പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിന് എന്ത് തോന്നും? ഇവൾ എന്നെ അംഗീകരിക്കുന്നില്ല, അല്ലേ? അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുരുഷൻ സ്ത്രീയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ബഹുമാനമാണെന്നും സ്ത്രീ പുരുഷനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വാത്സല്യമാണെന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ജനറൽ ട്രൂത്ത് അല്ല, എന്ന് വെച്ചാൽ പൊതു സത്യമല്ല. ഇതിപ്പോ നേരത്തെ ജെയ്സി പറഞ്ഞതുപോലെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൾച്ചറാണ്, സംസ്കാരം. നമ്മൾ വളർന്നു വന്നപ്പോൾ ശീലിച്ചേക്കണ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ കരയുന്നത് പോലെ ഒരു പുരുഷൻ കരഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിലെ ആൾക്കാർ എന്തു പറയും? ഇവനൊരു പുരുഷനാണോ, എന്തിട്ടത്? ശേ. അതായത് ഈ വികാരങ്ങളെ കൂടുതൽ പ്രകടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ദുഃഖം പോലെയുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത്, അത് സ്ത്രീകളാണെന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്.
അങ്ങനെ ആ സമൂഹത്തിൽ വളർന്നു വന്ന ഒരു പുരുഷൻ എന്ത് ചെയ്യും? അത് പ്രകടിപ്പിക്കാതെ മാക്സിമം നോക്കും. അത് കൾച്ചറലി ട്യൂൺഡാണ്. അല്ലാതെ അതിന് നമുക്ക് ബയോളജിക്കൽ ബേസ് ഒന്നുമില്ല. ബയോളജിക്കൽ ബേസ് ഒന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒന്നുമില്ലെന്ന് നിങ്ങൾ അർത്ഥം വിചാരിക്കേണ്ട. ഐ മീൻ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. ചില പുരുഷന്മാരുണ്ട് വളരെ വളരെ വൈകാരിക അഫെക്ഷൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ചില സ്ത്രീകളുണ്ട് ഭർത്താവ് തന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ ലിംഗാടിസ്ഥാനത്തിൽ, സ്ത്രീ പുരുഷ ലിംഗാടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ ട്രൂത്ത് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ സംസ്കാരം കൊണ്ടും നമ്മൾ ശീലിച്ച ചില കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ ചില അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതൊരു ആവറേജ് കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഒരു ജനറൽ ട്രൂത്ത് വെച്ചിട്ട് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്ന് ധരിക്കേണ്ടതില്ല. ഓക്കെ. ഈ നേരത്തെ ഒക്കെ ചിലപ്പോൾ ഇതുപോലത്തെ തിയറീസ് കുറച്ചും കൂടിയൊക്കെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക മനഃശാസ്ത്രം, പുരുഷന് വേറെ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഒരു ആവറേജ് ലെവലിൽ മാത്രമേ അതിന് അടിസ്ഥാനമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വിവാഹത്തിൽ എങ്ങനെയാണ്, നിങ്ങളൊരു പുരുഷൻ എന്ന നിലയിൽ സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്, സ്നേഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യണതാണ്. നിങ്ങൾക്ക് ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യാൻ ഓരോ ദമ്പതിക്ക് അത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ ലിംഗാടിസ്ഥാനത്തിൽ മാത്രം കാണേണ്ടതില്ല. എന്നാൽ നമ്മുടെ ഈ നാട്ടിലെ സംസ്കാരം കൊണ്ട് ചില അടിസ്ഥാനങ്ങൾ ചെറിയ ആവറേജ് രീതിയിൽ അതിനുണ്ട് താനും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ വിവാഹത്തിന് പറ്റിയത് ഏതാണോ അപ്രകാരമുള്ള ചില ശീലങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക. പിന്നെ ഞാനിപ്പോ ഇത് പറഞ്ഞു, നിങ്ങളെങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റൂല. പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഇമോഷണൽ വയറിംഗ് ഉണ്ട്. ഇമോഷണൽ വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ശൈലി ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഫീൽ ചെയ്യുന്നതിനുള്ള ശൈലി, പാറ്റേൺ. അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നതിനുള്ള രീതി, അതോടൊപ്പം തന്നെ കണക്ട് ചെയ്യുന്ന രീതി. 3 കാര്യങ്ങളാട്ടോ. ഒന്ന്, നമുക്കൊരു കാര്യം ഫീൽ ചെയ്യുന്നത്, നമ്മളൊരു കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നത്. 2, മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് വ്യത്യസ്തമാണ്. അതിന് പറയുന്ന പേരാണ് ഇമോഷണൽ വയറിംഗ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ചും നമ്മുടെ ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൂടുതൽ അഫെക്ഷൻ പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ പ്രകടിപ്പിക്കൂല. എന്തുകൊണ്ട് പ്രകടിപ്പിക്കാത്തത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഈ ഇമോഷണൽ വയറിംഗ് ആണ്. ഇമോഷണൽ വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ഇപ്പോ നിങ്ങളുടെ ബാല്യകാലം വളരെ നല്ലതായിരുന്നു എന്ന് കരുതുക. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്തു. അവർ നല്ല പോസിറ്റീവായ രീതിയിലുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ ജെന്യുവനായി കണ്ട് തിരിച്ചറിഞ്ഞ് നടപ്പിലാക്കി തന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നറിയാമോ? നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാം. പീപ്പിൾ ആർ ഗുഡ്. കണക്ട് വിത്ത് ദം ഈസ് ഗുഡ്. അപ്പോൾ ഒരേ സമയം തന്നെ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, അതേ സമയം തന്നെ നമ്മൾ നമ്മളായി ജീവിക്കാനും പറ്റും. ബാലൻസ് ചെയ്യും അത്, ഇൻഡിപെൻഡൻസ് ആൻഡ് കണക്ഷൻ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ജനിച്ചു വീണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വഴക്കാന്ന് കരുതുക നടക്കണത്. അപ്പൻ അമ്മയും തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വ്യത്യസ്ത സാഹചര്യം അവിടെ ഉണ്ടായെന്ന് കരുതുക. നിങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്ക് നിങ്ങളെ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ പലപ്പോഴും കരഞ്ഞ് അവൾ തളർന്നിരുന്നതല്ലാതെ നിങ്ങളെ ആരും കെയർ ചെയ്തില്ല. അങ്ങനെ ഒരു ബാല്യകാലമാണ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ വളർന്നു വരുമ്പോണ്ടല്ലോ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടാവും. എന്താ ഫിയർ എന്നറിയാമോ? നിങ്ങളുടെ കൂടെയുള്ളവരെ വിശ്വസിക്കാമോ? അവർ നമ്മളെ വിട്ടുപോകുമോ? ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്ന അറിയാമോ? എപ്പോഴും വിട്ടുപോകില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ദമ്പതികള് എവിടെ പോയാലും ഫോൺ വിളിക്കണം. ഭർത്താവ് എവിടെ പോയാലും ഭാര്യയെ ഫോൺ വിളിക്കണം. ഒരു പ്രാവശ്യം എങ്ങാനും വിളിച്ചില്ലെങ്കിൽ ഭാര്യ ഒച്ചപ്പാട് ബഹളമുണ്ടാക്കും. കാരണം ആ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു റീഅഷുറൻസ് വേണം. ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് എവിടുന്ന് വന്നതാ? അവരുടെ ഇമോഷണൽ വയറിങ്ങിന്റെ ഭാഗമായിട്ട് വന്നു.
അവർക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ 4 തരത്തിലുള്ള ഇമോഷണൽ വയറിംഗ് ഉണ്ടെന്നാ പറയുന്നത്. സെക്യൂർ ആയിട്ടുണ്ട്, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് ആങ്ഷ്യസ് ആയിട്ടുള്ളതാണ്. അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഉണ്ടോ ഉണ്ടോ ഉണ്ടോ, അതുകൊണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അതിനുള്ള പ്രവൃത്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ ടൈപ്പാണ് അവോയ്ഡന്റ്. അവർ കണക്ഷൻ പോവില്ല. കണക്ഷൻ പോയി കഴിഞ്ഞാൽ അവർ വിട്ടുപോയ പിന്നെ നമ്മൾ ദുഃഖിക്കണ്ടേ, അതുകൊണ്ട് കണക്ഷൻ മിനിമം മതി, മിനിമം മതി. അതാണ് ഈ അവോയ്ഡന്റ് ടൈപ്പ്. പിന്നെ വേറെ ഒന്നുണ്ട്, ഡിസോർഡേഡ്. ഡിസോർഡേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ, ഒരു വശത്ത് അവർക്ക് കണക്ഷൻ വേണം, എന്നാൽ മറുവശത്ത് അവർക്ക് പേടിയുമാണ്. പേടി എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നുള്ള പേടി. മൂന്നാമത് പറഞ്ഞു കൊടുത്ത് കണക്ഷൻ വേണ്ട, അവർക്കത് പേടി അതിൽ തന്നെ വേണ്ട. മറ്റൊരുത്ത് അങ്ങനെയല്ല, കണക്ഷൻ വേണം എന്നാൽ ഒരു പേടിയുമുണ്ട്. ആയോ ഡിസോർഡറാ. ഇങ്ങനെയുള്ള ഇമോഷണൽ വയറിംഗ് ഉള്ളിടത്ത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയുമോ, യു ഹാവ് ടു അപ്രോച്ച് എ സൈക്കോളജിസ്റ്റ്. നല്ലൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുക. നിങ്ങളുടെ ഇമോഷണൽ വയറിംഗ് മാറ്റാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രോസസ് ഉണ്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതം സുന്ദരം. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്സ് തിയററ്റിക്കൽ പാർട്ട്, ഇമോഷണൽ വയറിംഗ്. അപ്പൊ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തില് ഈ ഒരു വരുന്ന മാസം ഇന്ന് തുടങ്ങാൻ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും നല്ലൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ അഭിപ്രായത്തില്? നിങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? എന്ത് കാര്യമായിരിക്കും നമ്മൾ ഈ മാസം നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും കൂടി പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും വീടുകളിൽ? നമ്മള് നമ്മുടെ കുറച്ചുകൂടി നമ്മുടെ പങ്കാളിയുമായിട്ട് ഇടപഴകുന്നതിനും അച്ഛൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി പറ്റുമെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ പോയി, കാര്യം ഡൈൻ ഔട്ടൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഒരു ഫിലിം കാണാൻ പോവോ, അല്ലെങ്കിൽ ഒരു റൈഡിന് പോവോ, അല്ലെങ്കിൽ ഒരു വാക്കിന് പോവോ, അത്തരത്തില് തുറന്ന് സംസാരിക്കുന്ന ഇതിൽ പങ്കാളിയുമായിട്ട് പോയി കുറച്ച് സമയം കണ്ടെത്താൻ സാധിച്ചാൽ കുറെ ചർച്ചകൾ നമ്മുടെ ഇടയ്ക്ക് വരികയും ഇത്തരത്തിലുള്ള അച്ഛൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം സംസാരത്തിലൂടെ വരികയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്താൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് പ്രാക്ടീസ് ആക്കിയാൽ, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ആക്കിയാൽ കുറെ കൂടിയും നല്ലതാണ്. എല്ലാ രീതിയിലും ആരോഗ്യപരമായും കുടുംബപരമായും സാമൂഹികപരമായും എല്ലാം നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ വൈകാരിക ആവശ്യങ്ങൾ ഭാര്യയുടെയും ഭർത്താവിനെയും തിരിച്ചറിഞ്ഞിട്ട് അതിനെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ശീലം നമ്മൾ ആരംഭിക്കുക. അതിപ്പോ വിനു പറഞ്ഞ പോലെ തന്നെ മേ ബി എ വാക്ക് ടുഗദർ, അല്ലേ? രണ്ടുപേരുടെ ഒരുമിച്ച് നടക്കാൻ പോകുന്നു, വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഒരു ഒരു കാപ്പി കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു റൈഡിന് പോകുന്നു, വാട്ട് എവർ ബി. അത് ഓരോ ദമ്പതികളുടെയും സാഹചര്യം വ്യത്യാസമായിരിക്കാം. പക്ഷെ നമുക്ക് ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ അപ്രകാരം ഒരു തീരുമാനം എടുത്താലോ? അതായത് നിങ്ങളുടെ ദമ്പതികളായ നിങ്ങളുടെ വൈകാരിക ആവശ്യങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തൊന്ന് തീരുമാനിക്കുക. അതിനെ പൂർത്തീകരിക്കാനുള്ള ഒരു ഹാബിറ്റ് കണ്ടെത്തുക. അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക. വിൽസേട്ടൻ എന്താ പറയണു? അങ്ങനെ ട്രൈ ചെയ്യാം. അതായത് നമ്മൾ ബോധപൂർവം തന്നെ കണ്ടെത്തണം. അതായത് വൈകാരിക ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്നാലും ഒരെണ്ണം നമ്മൾ കണ്ടെത്തി അതിനെ ഏറ്റവും പവർഫുൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമം. സോ വി ഫൈൻഡ് ഔട്ട് എ ഹാബിറ്റ് വിച്ച് കണക്ട്സ് യു ഇമോഷണലി. നിങ്ങളുടെ ഇമോഷണൽ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഹാബിറ്റ് എന്തുവേണമെങ്കിലും ആവട്ടെ. ചിലപ്പോൾ ഇതുവരെ വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കാത്ത ഒരാളാണെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി കുക്ക് ചെയ്യണം ഒരു ഏതെങ്കിലും ഒരു നേരം, മേ ബി വാട്ടോ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഈ ഒരു മാസം നമ്മുടെ കുടുംബജീവിതത്തെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കാനുള്ള പരിശ്രമം നടത്താം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? ഒരുവിധം എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു. വിഷയം നല്ല ക്ലിയർ ആയിട്ട് ഞാൻ അവതരിപ്പിച്ചില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോർപ്പറേഷന് പ്രത്യേകം നന്ദി. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, നീ ഞങ്ങളെ വിവാഹമാകുന്ന കുദാശയിലൂടെ ഒരുമിച്ച് ചേർത്തു. ഇപ്പോഴിതാ ഈ ഗ്രേസ് റിപ്പിൾസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നു ഓൺലൈനിലൂടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്ന് കുറച്ചും കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. നാഥ, നന്ദി പറയുന്നു. നല്ല ഉൾക്കാഴ്ചകൾ നൽകി
ഞങ്ങളുടെ കുടുംബജീവൻ ധന്യമാകാനുള്ള വഴികൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നു. ഒരുപക്ഷെ അന്ധകാരത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രകാശമായി മാറാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ദൈവമേ, ഏക ശരീരമായി, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി ഞങ്ങൾ മക്കളെ വളർത്താനും കുടുംബജീവൻ നയിക്കാനും അങ്ങനെ അങ്ങയെ മഹത്വപ്പെടുത്താനും ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വൈകാരിക ആവശ്യങ്ങൾ കണ്ടെത്തി തുറന്ന് സംസാരിച്ച് ആ വൈകാരിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ശീലം വളർത്തിയെടുത്ത് അതിൽ പരസ്പരം പിന്തുണ നൽകി നല്ലൊരു കുടുംബം രൂപപ്പെടുത്താൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദമ്പതികളെയും കർത്താവേ നീ ആശീർവദിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നയിക്കണമേ. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് ഇവരെ കാത്തു സംരക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. സത്യത്തിന്റെ പ്രഭയില് ഇവരെ വളർത്തണമേ. യേശുവേ, നിന്റെ നാമത്തില് ഈ ദമ്പതികളെല്ലാവരും സ്നേഹത്തിൽ ശക്തിപ്പെടാനുള്ള കൃപ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. യേശുവേ, എനിക്ക് പൗരോഹിത്യം വഴി അങ്ങ് നൽകിക്കുന്ന അഭിഷേകത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദമ്പതികളെ പരസ്പരം ഐക്യത്തിൽ വൈകാരിക ആവശ്യ പൂർത്തീകരണത്തിൽ ഒന്നിപ്പിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.